Hi, welcome all of you my classroom. Today we are going to learn how we can introduce myself. നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നുവെങ്കിലും അവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക എന്നത്. ഒരു ജോബ് ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നതിൽ നിങ്ങൾ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ അധികം ആളുകളും ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ വളരെ റോങ് ആയിട്ടുള്ള രീതിയിലാണ് അധിക ആളുകളും അവരെ സെൽഫ് ഇൻട്രൊഡക്റ്റ് ചെയ്യാറ്. യഥാർത്ഥത്തിൽ ഒരു ജോബ് ഇൻ്റർവ്യൂവിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ അവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻ്റർവ്യൂവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നത് പല രീതിയിലായിരിക്കാം. ഒന്നെങ്കിൽ ചോദിക്കാം പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ പറയാം കുഡ് യു ടെൽ മീ സംതിങ് അബൌട്ട് യു തുടങ്ങിയ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാവാം തുടങ്ങുന്നത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ വന്നാൽ നമ്മൾ വളരെ ഇംപ്രസീവായിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു 8 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെന്തൊക്കെയാണ്, അത് ഏത് രൂപത്തിലാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ പേര്, അല്ലേ? അപ്പം നെയിം ആൻഡ് പ്ലേസ് അതാദ്യം പറയണം. പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്, ചില ആളുകളൊക്കെ പറയാം നല്ല അവരുടെ ഫാമിലിയെ കുറിച്ചിട്ടായിരിക്കും പിന്നീട് അവർ പറയുന്നത്. അത് ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ പറയാൻ പാടില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും പറയുന്ന സമയത്ത് നിങ്ങളുടെ പേരും പ്ലേസും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പറയേണ്ടത്. അപ്പോൾ ചിലർക്കൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നല്ല രീതിയിലുണ്ടാകാം, അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ വളരെ കുറവായിട്ടും കാണാം. അപ്പം അങ്ങനെയാണെങ്കിൽ അവരാദ്യം പറയേണ്ടത് അവരുടെ ഹൈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയാം, എന്നിട്ട് എക്സ്പീരിയൻസ് പറയാം. ഇനി നേരെ തിരിച്ചിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ കുറവായിരിക്കാം, പക്ഷേ അവരുടെ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണുള്ളതെങ്കിൽ അവർ ആദ്യം രണ്ടാമതായിട്ട് പറയേണ്ടത് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മൂന്നാമതായിട്ട് അവർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയാം. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നെയിം ആൻഡ് പ്ലേസ്, പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പിന്നെ എക്സ്പീരിയൻസ് പറയാം. അത് എങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ട് പറയാം. പിന്നെ നെക്സ്റ്റ് പറയേണ്ടത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്. അത് അക്കാദമിക് അച്ചീവ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ വർക്ക് അച്ചീവ്മെൻ്റ് ആവാം. അപ്പോൾ നിങ്ങളുടെ അച്ചീവ്മെൻ്റ്, നേട്ടങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു ഹൈലൈറ്റ് ആവാം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കമ്പനിയിൽ നിന്നും നിങ്ങളൊരു ബെസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം, അതൊക്കെ നിങ്ങൾക്ക് പറയാം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഇൻ യുവർ കരിയർ. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ ഇംപ്രസീവായിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയാം. പിന്നെ നിങ്ങൾ പറയേണ്ടത് സ്ട്രെങ്ത്ത്, നിങ്ങളുടെ സ്ട്രെങ്ത്താണ് പറയേണ്ടത്. അതായത് നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവിനാണോ പോയിട്ടുള്ളത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, അതിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങൾ പറയുക. എക്സാമ്പിൾ, നിങ്ങളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ അതായിരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത്തായിട്ട് നിങ്ങൾ പറയേണ്ടത്. കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പറയാം. അതുപോലെ റിസപ്ഷനിസ്റ്റ്, അവിടെയൊക്കെ ഒരു റിലേഷൻഷിപ്പ്, അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ആ സ്ട്രെങ്ത്ത് നിങ്ങളുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയണം. നെക്സ്റ്റ് നിങ്ങൾ പറയേണ്ട ഗോള്, അത് ഷോർട്ട് ടേം ഗോളാവാം, ലോങ് ടേം ഗോൾസ് ആവാം. അത് നിങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യണം. അത് പക്ഷേ നിങ്ങളുടെ കമ്പനിയുടെ ഗ്രോത്ത് ആയിട്ട് തടസ്സം വരാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോബീസ് പറയലാണ്. നിങ്ങളുടെ ഹോബി എന്തൊക്കെയാണ്,
പിന്നെ ലാസ്റ്റാണ് നിങ്ങൾ എന്ത് പറയേണ്ടത്, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറയേണ്ടത്. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇറ്റ് ഈസ് 100% guaranteed that you will be had in the job. Okay.